പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾ തന്നെ ശത്രു പറയണത് ചുമ്മാതല്ല. ഇത്രയും കുശുമ്പ് ഒരു പെൺകുട്ടി നേരെയാകുന്ന അടുത്ത പെൺകുട്ടിക്ക് ഇഷ്ടമല്ല. എന്താ ചെയ്യുക? ബിഗ് ബോസിൻ്റെ നയം വ്യക്തമാണ്. അക്ബറിനൊരു കപ്പാണ് എന്നൊരു ഡൗട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് കണ്ടിട്ടുണ്ടാവും. ആ എപ്പിസോഡിൻ്റെ കുറച്ച് റിവ്യൂ ഭാഗങ്ങളാണ് പറയുന്നത്. ഫുള്ളായ റിവ്യൂ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നലെ റീ എൻട്രി നടത്തിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് റീ എൻട്രി ഉണ്ടായിരുന്നു. അതിൽ കട്ടപ്പ ശൈത്യം ഉണ്ടായിരുന്നു, ശരത്ത് ഉണ്ടായിരുന്നു, പിന്നെ ബിൻസി ഉണ്ടായിരുന്നു, സരിക ഉണ്ടായിരുന്നു, ശാരിക ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ കട്ടപ്പ ശൈത്യമാണ് കളി. കട്ടപ്പ എന്ന് പി ആർ വിളിക്കുന്നു, അനുമോളുടെ പി ആർ വിളിച്ചിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നു എന്നാണ് ശൈത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശൈത്യയെ പി ആർ എന്ന് അല്ല, കട്ടപ്പ എന്ന് വിളിച്ചത് അനുമോളുടെ പി ആർ അല്ല ആദ്യം വിളിച്ചത്. ആദ്യം വിളിച്ചത് അനുമോളും അല്ല, ഫാൻസ് വിളിച്ചു. അതായത് ഞങ്ങൾ പ്രേക്ഷകർ കണ്ടു നിൽക്കുന്നവരാണ് ആദ്യം വിളിച്ചത്. അതായത് പിന്നെ അനുമോളുടെ ഫാൻസോ അല്ലെങ്കിൽ പി ആർ വർക്കേഴ്സോ അല്ല. പിന്നെ വിളിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് കട്ടപ്പയാണ് ശൈത്യ എന്ന് പറഞ്ഞത്. ഇപ്പോൾ അതെല്ലാം അനുമോളുടെ തലയിലിട്ടിട്ട് അവൾ അതിൻ്റെ കൂടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദില നൂറയെ കയ്യിലെടുക്കാനും ശ്രമിക്കുകയാണ്. ഇത് ആദില നൂറയ്ക്ക് ഈ വീക്ക് മിഡ് വീക്ക് എവിക്ഷനിൽ രണ്ടുപേര് പുറത്തു പോകാനുള്ള ഉത്തമ കാരണമായിട്ട് ഇത് ഉറപ്പായിട്ട് മാറും. ആദില നൂറ് അവളുടെ കൂടെ ഇങ്ങനെ കൂട്ടുകൂടി നടന്നാൽ. കാരണം അവൾ പറയുന്ന സമയത്ത് പിന്നെ ആദിലയോട് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം, ഒരു തീരുമാനം എടുത്ത് ഉറച്ചു നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം അത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യങ്ങളാണ്. ആ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യങ്ങളിൽ ശൈത്യയെ എനിക്കിപ്പോഴാണ് മിസ് ചെയ്യുന്നതെന്നൊക്കെ ആദിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളോട് വഴക്കിടുന്ന സമയത്ത്. അപ്പോൾ അത് ശൈത്യയാണ് ശരിയെന്ന് അതിൽ അന്ന് പറഞ്ഞെന്നല്ലേ ശൈത്യ കാണുന്നത്. അപ്പോൾ ശൈത്യ പറയുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ തിരിച്ച് അവളോട് വീണ്ടും കൂട്ടുകൂടി എന്നുള്ള രീതി തന്നെയാണ് കട്ടപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പയ്ക്ക് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അനുമോളെ അനീഷിനെ ടാർഗറ്റ് ചെയ്യണമെന്ന്. കാരണം ഇവർ വഴക്കിടുന്ന സമയത്ത് ആ അനീഷിൻ്റെ കാര്യം പോലും ശൈത്യ അടുത്ത് പറയുന്നുണ്ട്. എന്തിനാണ് ആ പാവ അനീഷ് ചേട്ടനെ എനിക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു, നിലയായിരുന്നു, ഇപ്പോൾ എല്ലാം പോയി, ഇവളോട് ആ ഇമോഷൻ വെച്ച് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇമോഷൻ വെച്ചിട്ട് അനുമോള് കളിച്ചിട്ടൊന്നുമില്ല. അനുമോള് കളിച്ചു ഇല്ലെന്ന് പറയുന്നില്ല. അത് അനീഷിനെ സങ്കടപ്പെടുത്തും വിചാരിച്ച് കളിച്ചതൊന്നുമല്ല. പിന്നെ അനുമോള് പറഞ്ഞൊരു മിസ്റ്റേക്ക് ബ്രദറിനെ പോലെയാണ് എന്ന് പറഞ്ഞു. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ബ്രദറിനെ പോലുള്ളവരോട് ഇങ്ങനെ ഹാർട്ട് കൊടുക്കുന്നതും പിന്നെ ലിപ്പ് കാണിക്കുന്നതും ഇങ്ങനെ ചുണ്ട് ഇതൊന്നും ചെയ്യില്ല. അപ്പോൾ അനുമോൾ ഒരു ഫ്രണ്ടിനെ പോലെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അനുമോൾ എനിക്ക് ബ്രദറിനെ പോലെയാണെന്ന് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. അത് മാത്രം അനുമോളുടെ ഒരു മിസ്റ്റേക്ക്. അത് വർഷങ്ങളായിട്ട് പ്രേമിക്കുന്നവർ ഒരു ഹോപ്പ് കൊടുത്തിട്ട് തിരിച്ച് പറയുമ്പോൾ എനിക്ക് പറയുന്നൊരു വാക്കാണ്, എനിക്ക് നിങ്ങളെ ഒരു ബ്രദറിനെ പോലെയാണ്, നിങ്ങൾക്ക് എന്നെക്കാളും നല്ലൊരു പെണ്ണിന് കിട്ടുമെന്ന് പറയുന്നൊരു ഡയലോഗ് പെൺകുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ അത് വേണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിനെ പോലെ കണ്ടതാണ്. അതെല്ലാം തമാശയ്ക്ക് കാണിച്ചതാണ് അനീഷേട്ടാ. അത് അനീഷേട്ടന് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് തിരിച്ചും പറയണമായിരുന്നു. അനീഷ് സോറി പറഞ്ഞ മാന്യത തിരിച്ച് അനുമോൾ പറയണമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. കാരണം അത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അനുമോൾക്ക് കുറച്ചുകൂടി വില കിട്ടുകയുള്ളൂ. കാരണം അനുമോൾ അതിനൊരു കാരണക്കാരിയാണ്, ഷാനവാസ് ഒരു കാരണക്കാരനാണ് പിന്നെ അനീഷിൻ്റെ മനസ്സ് ഇളക്കിയതിൽ. അത് സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് അനീഷ് കളിച്ചതാണെങ്കിലും അനീഷിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അനീഷിനെ എന്തിനു കുറ്റം പറയണം? കാരണം ആ കളി അനുമോള് കളിച്ചത് കൊണ്ടാണ് തിരിച്ച് കളിച്ചത്. അനുമോളൊരു ചാൻസ് കൊടുത്തത് കൊണ്ടാണല്ലോ അനീഷ് അത് പറഞ്ഞത്. അപ്പോൾ അനീഷ് അതിൻ്റെ പേരിൽ ഗെയിം കളിച്ചതാണെങ്കിലും വിഷയമല്ല എന്നാണ് എൻ്റെ പക്ഷം. അനീഷ് ചിലപ്പോൾ ഗെയിം തന്നെ ആയിക്കോട്ടെ, എല്ലാവരും പറയുന്ന പോലെ ഗെയിം ആയിക്കോട്ടെ, എന്നാലും അത് വിഷയമല്ല. അപ്പോൾ ആ കാര്യം അവർ തമ്മിൽ സംസാരിച്ചു. ഇന്നലെ പകൽ ഇവർ വരുന്നതിന് മുൻപും അവർ തമ്മിൽ അത് സംസാരിച്ച് സോൾവ് ആക്കി. അനീഷും അനുമോളും തമ്മിൽ അത് സംസാരിച്ച് സോൾവ് ചെയ്തു. ഇനി അങ്ങനെയൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തീർന്നു, ഞാനത് അപ്പോഴേ മറന്നു എന്ന് അനീഷ പറഞ്ഞു. അത് തീർന്നു. അതിനെ വീണ്ടും ശൈത്യ വന്നിട്ട് ആ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ശൈത്യ പറയുന്നുണ്ട്, എന്തിന് നീ എന്നെ കട്ടപ്പ എന്ന് വിളിച്ചു, അതിന് മറുപടി പറ എന്ന് അനുമോളോട് പറയുന്നുണ്ട്. അനുമോള് ഒന്നും മിണ്ടിയില്ല, മറുപടി വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇന്നലെ ആയതെന്ന് എൻ്റെ പക്ഷം. അനുമോള് പറയാതിരുന്നിട്ട് അവൾക്കൊരു സ്ക്രീൻ സ്പേസ് ഇട്ട് കൊടുത്തിട്ട് എന്ത് കാര്യം? അനുമോളിനെ നെഗറ്റീവ് ആക്കിയിട്ട് എന്ത് കാര്യം? അനുമോള് മിണ്ടാതിരുന്നു. കാരണം ഇവരുടെയൊക്കെ വിചാരം കണ്ടാൽ ഇവരെന്തോ ജയിച്ചിട്ട് തിരിച്ച് വന്ന പോലെയാണ് ഇവരുടെ
കാണിക്കല്. ഇവർ മര്യാദയ്ക്ക് വന്നു വെച്ചാൽ വന്നിട്ട് അവരെന്താ ചെറിയ ഗെയിമുകൾ കൊടുത്ത് അത് കളിച്ച് വീടിനെ കളകളപ്പാക്കിയിട്ട് പോവാതെ അവിടെ കടന്ന് ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡയലോഗും ഉണ്ട്, ആദില നൂറ ഇരിക്കുമ്പോൾ സമയത്ത് ഒരു ഡയലോഗും ഉണ്ട്, ഞാൻ പോയത് നിങ്ങൾ ഇവരെ വെച്ചിട്ടും ബാക്ക് സ്റ്റാപ്പ് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഇവരെ വെച്ചിട്ടും കളിച്ചില്ലേ എന്നുള്ള രീതിയിലാണ് അനുമോളെ പറയുന്നത്. അപ്പോൾ ശൈത്യ അവരെ തമ്മിൽ പിരിക്കാനും വീണ്ടും വഴക്കുണ്ടാക്കാനുമുള്ള കളികളും കൂടി ശൈത്യ ചെയ്യണം. പിന്നെ എങ്ങനെയാണ് ഇവളെ കട്ടപ്പൻ്റെ കട്ടപ്പൻ്റെ അപ്പനുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കണം, ഇവളെ അങ്ങനെയാണ് വിളിക്കേണ്ടത്, അല്ലാണ്ട് വേറൊന്നും അല്ല വിളിക്കേണ്ടത്. എന്തായാലും കൊള്ളാം. കട്ടപ്പയ്ക്ക് എല്ലാവരും പറഞ്ഞ പേര് അന്വർത്ഥമാക്കുന്ന കളി കളിക്കുന്നുണ്ട് എന്തായാലും ശൈത്യ വന്നിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അക്ബറിനൊരു കപ്പ് എന്നുള്ള രീതിയിൽ കളിക്കുകയാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ആ ഡൗട്ട് അന്വർത്ഥ ആ രീതിക്ക് പോകുന്ന കളിയാണ് ഇന്നലെ ബിഗ് ബോസിൽ തന്നെ. പിന്നെ രഞ്ജിത്ത് അവനെന്തോ ഒരാഴ്ച കൊണ്ട് പോയ ആളാണ്, അവൻ വന്നിട്ട് നേരെ അനീഷിനെ കൈ കൊടുക്കുന്നു. ഇത് ഏത് സ്ട്രാറ്റജിയാണ് ചോദിക്കുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞുകൂടായിരുന്നോ, എന്തിനിപ്പോൾ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നു. അനീഷ് എപ്പോഴോ പറഞ്ഞോട്ടെ, തനിക്കെന്താ, താൻ്റെ വിചാരം കൈയും കൊടുത്ത ആറ്റിറ്റ്യൂഡ് കണ്ടല്ലേ, അവൻ്റെ വിചാരം അവനാണ് കപ്പടിച്ചിട്ട് വിന്നിങ് മെറ്റീരിയലായിട്ട് അവൻ നിൽക്കുകയാണ്. അനീഷ് ഇപ്പോൾ തിരിച്ച് വന്നതാണെന്ന് റീ എൻട്രി ചെയ്തതാണെന്ന് തോന്നും. അങ്ങനെയാണ് മുൻഷി രഞ്ജിത്തിൻ്റെ ഡയലോഗ് കണ്ടത്. അവസാനം അനീഷ് അത് തിരിച്ച് മറുപടി അപ്പം തന്നെ പറഞ്ഞു. ഒരാൾക്ക് ഒരു ഇഷ്ടമുണ്ടായി, അത് തിരിച്ച് പറഞ്ഞു, അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, അത് അവിടെ ക്ലോസ് ചെയ്തു. അതിനെന്തിന് മൂന്നാമത്തെ ഒരാൾ ഞങ്ങളോട് വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നങ്ങോട്ട് ചോദിച്ചു, വായടപ്പിക്കുന്ന ചോദ്യം ചോദിച്ചു. അതോടെ നിർത്തി. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു ഡയലോഗ്, അനുമോളോട് ചായ കിട്ടുമോ, PR ഇല്ലാത്ത ചായ കിട്ടുമോ, എടാ തനിക്ക് ഒക്കെ എന്തിൻ്റെ കേടാടോ, PR ആണ് വോട്ട് ചെയ്യുന്നത്, അപ്പം ഞങ്ങളെപ്പോലുള്ളവർ വോട്ട് ചെയ്യുന്നവരെന്താ? അനുമോളെ ഞാൻ അനീഷിനെ ചെയ്യുള്ളൂ, പക്ഷേ വോട്ട് ചെയ്യുന്നത് എന്താ, PR കൊടുത്തിട്ടാണോ? അവിടെ PR ഉണ്ടെങ്കിലും PR മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും മമ്മൂട്ടിക്കും മോഹൻലാലിനും അവിടെ വരുന്ന മോഹൻലാലിനും എല്ലാവർക്കും PR ഉണ്ടോ? അതൊന്ന് മനസ്സിലാക്ക്. PR ആണോ പോയി വോട്ട് ചെയ്യുന്നത്? PR എത്ര പേരിന് വോട്ട് ചെയ്യും? അവരെത്ര ID ഉണ്ടാക്കിയിട്ട് വോട്ട് ചെയ്യും? 10-100 ചെയ്യുമായിരിക്കും, അതിൽ കൂടുതൽ ചെയ്യും. അതുപോലെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അത് പറയുന്നില്ല. ശൈത്യ പറയുന്നതുകൊണ്ട് നിൻ്റെ PR എൻ്റെ PR ഒന്നാണ്, എന്നിട്ട് നമ്മൾ രണ്ടുപേരും വെച്ച് കളിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിന് ശൈത്യ PR കൊടുത്ത് ശൈത്യ സമ്മതിച്ചില്ല. അപ്പോൾ ശൈത്യ സമ്മതിച്ചല്ലോ PR കൊടുത്തെന്ന് അല്ലേ? അപ്പോൾ ശൈത്യ എന്തുകൊണ്ട് പെട്ടെന്ന് പോയി? അപ്പോൾ PR എല്ലാ കാര്യവും അവിടെ കളിക്കുന്ന കളിയാണ് കാര്യം. എന്താ PR ഇനി അനുമോളുടെ ലവാണ് പറയുമോ നിങ്ങൾ? PR അല്ല കളി, അവിടെ കളിക്കുന്ന കളിയാണ്. അത് അവിടെ വരുന്ന കോണ്ടൻ്റാണ് പുറത്ത് വരുമ്പോഴാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കില്ലേ? നിങ്ങൾ രണ്ടുപേരുടെ ഒരു PR ആണെന്ന് ശൈത്യ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ ആരുമല്ല പറഞ്ഞത്. ആ ശൈത്യ ചിന്തിക്കാനുള്ളതുള്ളൂ. എന്തുകൊണ്ട് അനുമോൾ പുറത്ത് വന്നില്ല, ഇവള് പുറത്ത് വന്നു? അപ്പോൾ ഇവളെ കാട്ടി നല്ല ഗെയിമർ അനുമോളാണ് എന്നല്ലേ അർത്ഥം? അത് മനസ്സിലാക്കാതെ വീണ്ടും അനുമോളെ തന്നെ ക്രൂശിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കട്ടപ്പ എന്നല്ല, കട്ടപ്പൻ്റെ അപ്പൻ എന്ന് വിളിക്കണം ശൈത്യയെ. ഇന്നലെ വന്ന് ആകെ ടാർഗറ്റ് ചെയ്യുന്നു, അനുമോളെ വന്ന് ടാർഗറ്റ്. പക്ഷേ അനുമോളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അനുമോൾ മാറിയിരുന്നു, ഊഞ്ഞാലിൽ പോയി മിണ്ടാതിരുന്നു, ആടിയിരുന്നു. ഇവളിങ്ങനെ കിടന്നിട്ട് പറയുന്നുണ്ട്, ആദിലെ നൂറെ നോക്കുന്നുണ്ട്, ആദിലെന്തൊക്കെയോ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നൂറ ഒന്നും മിണ്ടുന്നില്ല. നൂറയ്ക്ക് ഇപ്പോൾ ഇവർ മാറിപ്പോയ ശേഷം ആദിലെ നൂറ പറയുന്നുണ്ട്, ഇത് പുറത്തിറങ്ങിയിട്ട് ഇവിടെ നെല്ലും പതിരും തിരിച്ചെടുക്കുക, ആരാണ് നല്ലത് ആരാണ് മോശം എന്ന് നമുക്ക് കണ്ടുപിടിക്കാനെന്ന് പറയുന്നുണ്ട്. അവസാനം അവർക്കും മനസ്സിലായി ഇത് പെട്ടുപോയല്ലോ ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.